വല്ലാത്തൊരു പോസ്റ്റായി പോയില്ലടാ. വ്ളോഗ ഒന്നും കൈയാണ് വല്ലാത്തൊരു യുദ്ധമായിരുന്നു എൻ്റെ പൊന്നേ. മണി 10:20. വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തെടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്ന് ഒരു ചെറിയൊരു വർക്കുണ്ട്. അപ്പോൾ ആ വർക്കിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടോ എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എടാ എൻ്റെ എടാ അത് ആരെടാ അത്? അത് പിടിക്കാൻ പറഞ്ഞില്ലേ? അത് പിടിക്കാൻ പറഞ്ഞില്ലേ? അമ്പത് കിമ്പലു. റിസ്ക് കണ്ട. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എനിക്കൊരു പ്രൊമോഷൻ ഷൂട്ടാണ്. അപ്പോൾ അത് എറണാകുളത്താണ്. ഞങ്ങളിപ്പോൾ പറവൂരാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇവിടെ നിന്നൊരു 14 minutes ട്രാവലുണ്ട്. ട്രാവൽ ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. പിന്നെ ഇവൻ്റെ മൂടനുസരിച്ചിരിക്കും 40 minutes എന്നുള്ളത് 1 hour ആവാം, 2 hour ആവാം. 2 hour ആയാൽ പിന്നെ ചെന്നിട്ട് കാര്യമില്ല. നമ്മൾ നോക്കാം. എന്തായാലും അഖിലേട്ടൻ കുളിക്കുകയാണ്. 8:30 ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് 8:30 തന്നെ അഖിലേട്ടൻ കുളിക്കണം. അത്രേ ഇവിടെ എവിടെയാണൊക്കെ ഉള്ളത്? കുര്യൻസിലാണുള്ളത്. അഖിലേട്ടനെ നിങ്ങൾ കണ്ടില്ലല്ലോ. എഡിറ്റ് ചെയ്യുമ്പോൾ അഖിലേട്ടൻ വേണ്ടിയില്ല. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കാണിച്ചു തരാം. ഏത് ഫ്രണ്ടിൽ അവിടെ ഞാൻ പോവില്ല. വേണമെങ്കിൽ അക്കി മേടിച്ചിട്ട് ഞാൻ ഇൻട്രോവർട്ടാ. ഇപ്പോൾ കണ്ടത് എൻ്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ട് ഉണ്ട്. അത് ഞാൻ താഴെ ഷൂട്ട് ചെയ്യാൻ പോണ സമയത്ത് കാണിച്ചു തരാം. ഞാൻ ഇൻട്രോവർട്ടാണ്. ഞാൻ അവിടെ പോയി ഇന്ന് അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറയണ്ടേ? വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ. താരു കറക്റ്റ് ഇവിടെ എത്താറായപ്പോൾ ഉറങ്ങി. അപ്പോൾ അവൻ്റെ ഇവിടെ ഞങ്ങളൊരു ചെറിയൊരു റൂം ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു റൂം കിട്ടി. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ദൈവത്തിന്. ഞാൻ ഷൂട്ടിലായിരിക്കാണ്. കേൾക്കാം ഒച്ച അവിടെ കേൾക്കരുതില്ല. സൗണ്ട് അവിടെ കേട്ട പ്രശ്നമാണ്. ഇവർ വിവാഹിതരായാൽ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു തോന്നി. അല്ല, നെക്സ്റ്റ് എപ്പിസോഡ് നടക്കേണ്ട സാധനം പറഞ്ഞല്ലോ. ഇത് ചെയ്യുന്നത് വേറെ ഏജൻസിയാണ്. ഏഷ്യാനെറ്റ് അല്ല ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ പ്രൊമോഷൻ വേറെ ഏജൻസിയാണ് കൊടുത്തിട്ടുള്ളത്. അവരാണ് ഇത് ചെയ്യുന്നത്. എന്റെ സ്ക്രിപ്റ്റിൽ ഇതിന്റെ കഥയുണ്ടെന്ന് അത് കാണും. അത് ഓരോ എപ്പിസോഡായിട്ട് അവർക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരാഴ്ച ഓടിച്ചിട്ട് ഈ പ്രൊമോഷൻ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞത്. എനിക്ക് സീരിയലുകളായിട്ട് വലിയ ബന്ധമില്ല. ഞാൻ സീരിയൽ കാണാറില്ല. പിന്നെ അങ്ങനെ താരി കുറിക്കാത്ത കിടന്നുറങ്ങാണ്. പക്ഷെ നല്ല ഉറക്കമാണ്. രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശരവണ ഭവനിൽ കയറി ഫുഡ് കഴിച്ചപ്പോൾ ഇച്ചിരി ഇഡ്ഡലി കൊടുത്തായിരുന്നു. അവന് ഇഡ്ഡലിയുടെ മയക്കമാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. കൊച്ചുറങ്ങുന്നതുകൊണ്ട് താഴെ പോയി ഷൂട്ട് ചെയ്യാൻ എന്നെയാണ് അവളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് എൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർക്കത് പറ്റില്ല. ഇതുപോലൊരു ഇൻട്രോവേർട്ടിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഇൻട്രോവേർട്ട്. ഞാനിവിടുത്തെ കുറച്ച് പരിപാടി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഫിലിം സെറ്റിലുള്ള പോലെ തന്നെ സീരിയൽ സെറ്റിലും പ്രൊഡക്ഷൻ ഉണ്ട്. ഇതാണ് കുര്യൻ സോമ.
കുര്യൻ സോം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്യുന്നതാണ്. ഞാനും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഒരു മൂവിയുടെ പരിപാടിക്ക് ഞാനും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി വീടാണ്. ഈ കുര്യൻ സോം പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അമർ അക്ബർ അന്തോണീസ് മൂവിയിൽ നമ്മുടെ ഇന്ദ്രയത്ത് പിസ കൊണ്ട് സുജിത് വാസുദേവൻ്റെ വീട്ടിൽ കൊടുക്കത്തില്ലേ, ആ വീട് ഇതാണ്. ഇവിടെ ഒരുപാട് സിനിമാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടിപൊളിയാണ്. കുറച്ച് ആർട്ട്പരമായിട്ടുള്ള കുറേ പ്രോപ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല രസമാണ് ഇവിടെ. ഇതാ ഞാനിവിടെ ബോറടിച്ചിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കെട്ടിയവൻ എനിക്കിതാ കുറച്ച് ബ്രൂഡ്സ് ഫ്രൂട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. നേരത്തെ ഞാൻ പോയപ്പോഴേ മറ്റു പയ്യന്മാരെ വീഡിയോ എടുത്തില്ലേ, പ്രൊഡക്ഷൻ നിൽക്കുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്. അപ്പം അമ്മ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വ്ളോഗിൽ ഇടരുത്, നമ്മൾ ഗേൾ ഫ്രണ്ട്സിനോട് പറയാതാണ് നമ്മൾ ജോലിക്ക് വന്നിട്ടുള്ളത്. ഗേൾ ഫ്രണ്ട്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കപ്പ് ആവുന്നു. പാവം ആവട്ട്, ബ്രേക്കപ്പ് ആവട്ട്. പാവം പാവം. എന്നിട്ട് അവൻ നൈസായിട്ട്, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഇതൊക്കെ, ചെറിയ സോപ്പ് കൂടാ, അവിടെ ഒരു അനക്കം കാണുന്നു, കാലുകൾ ഇല്ല. ഞാൻ നോക്കിയിട്ട് നീ എപ്പോഴത്തെ എന്തേലും പറ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫുൾ ഡേ വെച്ചാൽ ഈവനിങ് വരെ ഉണ്ടാവും. കാരണം 3 റീൽസ് ഷൂട്ട് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു സ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമൊക്കെയാണ്. എന്തായാലും കുറച്ചധികം ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സമയം എടുക്കും തോന്നണം. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആവും. അപ്പോൾ ആ നേരം വരെ ഇവരെ കൊണ്ട് ഇരിക്കണമെങ്കിൽ എന്തായാലും ഒരു റൂം വേണം, അല്ലെങ്കിൽ അച്ഛനും തമ്മിൽ തല്ലി പിരിയും. പക്ഷെ ഇവൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അപ്പൂപ്പൻ്റെ അടുത്താണെങ്കിൽ അവൻ എത്ര നേരം വേണം ഇരുന്നോളും. ഒരു അപ്പൂപ്പൻ മോനാണിത്. ഞാനും ഇല്ല അവളും ഇല്ലെങ്കിലൊന്നും അവനൊരു പ്രശ്നമില്ല. അവൻ ഒരു കംപ്ലീറ്റ് അപ്പൂപ്പൻ മോനാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പുതിയ വീട്ടിലോട്ട് താമസം മാറി. ഇന്നലെ രാത്രി മുഴുവൻ താനും ഡിപ്രഷനായിരുന്നു. ഇങ്ങനെ ഇരിക്കും, ഉണ്ടാതിരിക്കും. പിന്നെ ഞങ്ങൾ മാറിയത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നേ. ഞാനും ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇറങ്ങി. ഇവൻ അവിടെ മാറ്റിൽ ഇരുത്തിയിട്ട് ഇവൻ ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഇരുന്ന് സ്വയം എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് വിഷമം വരും അങ്ങനെ ഇരിക്കണ കാണുമ്പോൾ. എപ്പോഴും എൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും എൻ്റെ അടുത്ത്. ഒന്നില്ലെങ്കിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ അമ്മ. അച്ഛനമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മതി, പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ ഇപ്പം ആരും ഇല്ലല്ലോ, ഒറ്റക്കായല്ലോ. അപ്പം ഇരിപ്പ് കണ്ടാൽ നമുക്ക് വിഷമം വരും. അമ്മ ഇവരുണ്ട്, എന്തിനെനിറ്റാ ഇച്ചിരി നേരം കൂടെ ഉറങ്ങാറ്റുണ്ട്. അമ്മയുടെ പൊന്നെ വരും, അമ്മയുടെ പൊന്ന് പൊന്നാന ദീദി, നീ അമ്മയുടെ പൊന്നാന ദീ, നീ അമ്മയുടെ അമ്പോ. എവിടെ പോല നീ? ഗുദാഹവ എല്ലാം നീ ഗുദാഹവ. ഹായ് പറഞ്ഞേ. ഹായ്, ഹലോ, ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ്. അയ്യോ വരാട്ടോ. അങ്ങനെ താരു എണീറ്റു ഗൈസ്. താരു ഫ്രൂട്ട്സ് തിന്നു. ഇത് കൊള്ളല്ലേ, ഈ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ വന്ന് ഡെയിലി ഫ്രൂട്ട്സ് കിട്ടും. താരു അമ്മ കുറച്ച് കഴിയുമ്പോൾ ഷൂട്ടിങ്ങിന് പോവും. ഇപ്പോൾ താരു അച്ഛൻ പറയണൊക്കെ കേൾക്കും അല്ലേ താരു? കുക്കു നോക്കണ പോലുമില്ല, പിന്നെയല്ലേ കേൾക്കണത്. അല്ലടാ താരു ഏടാ പൂച്ച കൊച്ചാ. ആ ബസ് വേറെ പോക്കറ്റ് ഇട്ടേക്കാം. ഏത് നിമിഷവും താരു വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ആ അങ്ങനെ താരു പപ്പായൊക്കെ തിന്നിട്ട് നിൽക്കണേന് ഗൈസ്. കൊച്ചിൻ്റെ വയറൊന്നും ആരും കാണില്ലേ. ആ ക്യാമറ പിടിച്ച് പഠിക്കില്ല മക്കളെ. ഗിംബൽ പൈസ, അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു. തരുവിന് എന്തോ ഒരു ചെറിയ വിഷമമുണ്ട്. അവൻ്റെ അപ്പൂപ്പനെ ഇന്നത്തെ ദിവസം കണ്ടിട്ടില്ല. അപ്പൂപ്പനെ ആരും തട്ടിക്കൊണ്ട് പോയെന്നാണ് താരു വിചാരിക്കുന്നത്.
ഇവനിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടൊക്കെ മിണ്ടാതെ ഇരുന്ന് ശീലിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. പക്ഷേ എന്നാലും ഡ്രസ്സിന്മേലൊക്കെ ആവും. അത് സ്വാഭാവികം അല്ലേ താരോ? അതെ സ്വാഭാവികം. അതായത് ഇതുണ്ടോ എൻ്റെ ഈ നെഞ്ചിൽ എനിക്ക് രോമമുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ് ഈ രോമം ഇങ്ങനെ പിടിച്ച് വലിക്കും. എനിക്ക് ഷർട്ട് ഇടാതെ നിന്നപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. കട 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 ചാൻസ് കിട്ടിയ ഓസ്മോ കീസ്മോ നശിപ്പിച്ച് കൈ തരും താരു. ഓസ് വേറെ എസ്മ വേറെ ഉമ്മ വേറെ ഉമ്മ വേറെ ആക്കി തരും. പാവമാണ് താരു. ഭയങ്കര ചില സമയത്ത് അഗ്രസീവ് ആവുമെങ്കിലും ചെറിയ ചെറിയ പതളിപ്പാറ്റുണ്ട്. താരു അഗ്രസീവ് ആവുമ്പോ ഞങ്ങൾ അപ്പൊ പോലീസിനെ വിളിക്കും. പോലീസിനെ പിടിച്ചോട്ടാ. പേടിയാണ് പോലീസിനെ പേടിയാണ് താരൂര്. പോലീസ് എന്ന് പറഞ്ഞാ അങ്ങനെ നിൽക്കും. പോലീസേ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ജീപ്പില് സ്ഥലമുണ്ട്. അപ്പൊ പോകുമ്പോ ഇവനെ ഇട്ടിട്ട് പോവാന്നാണ് പറയണത്. വല്ലാത്തൊരു പോസ്റ്റായി പോയില്ലടാ. ഞങ്ങൾ 10:10 ആയപ്പൊക്കെ വന്നതാണ്. ഇപ്പൊ 11:30 എനിക്ക് ഞങ്ങൾ രണ്ടുപേരുള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവന് എപ്പോഴാണ് എൻ്റെ മൂഡ് മാറാൻ പറയാൻ പറ്റില്ല. ഇവൻ അമ്പിയിൽ നിന്ന് അന്യനാവുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അല്ലടാ കല്ലുകുറ്റാവും അച്ഛൻ്റെ പൈസ അത് അഴിക്കിട്ടാവും. പഴയ പൈസ നമുക്ക് ആദ്യമൊക്കെ നമ്മളിങ്ങനെ വായിലൂടെയൊക്കെ കൊണ്ടുപോകാൻ കാണുമ്പോൾ പിന്നെ എത്തിക്കില്ല. എടാ ഇവിടെ വേടാ അതാ എന്നാ വെച്ചോ വായിൽ വെച്ചോടാ. കുറ്റന് വെക്കാനല്ലേ ഏതൊക്കെ ഉള്ള കുറ്റ വായിൽ വെച്ചോ. ഉറങ്ങണം എന്നുണ്ട്. പക്ഷെ ഈ ചെറുക്കം കണ്ടോ നടക്കുമ്പോൾ ഞാനങ്ങനെ ഉറങ്ങും. എവിടെ പോണു മറിഞ്ഞങ്ങ് പോനേനാണ്. ഫോണിനകത്തുനിന്ന് അപ്പനെ കിട്ടൂല. അപ്പൂപ്പ എവിടെ? അപ്പൂപ്പ ഫോണിൻ്റെ അകത്ത് എങ്ങനെ കയറി ചേച്ചി? ഒരുത്തനോടെ ജനല് പൊളിച്ചു തുടങ്ങി. ഇതുവരെ വിളി വന്നില്ല. എന്താകും ഇങ്ങനെ ക്യാമറ കൂടെ കാണുമ്പോഴാണ് മുടി വെട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ആക്ച്വലി ഈ അടുത്ത് മുടി വെട്ടിയതാണ്. പക്ഷേ ഞാനങ്ങനെ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയതല്ല. എനിക്ക് മുടി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പോട്ടെ ഉണ്ടാർന്ന് പറഞ്ഞ് വെട്ടിയതാണ്. പക്ഷെ എന്തോ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വിഷമം. താര് പിന്നെ അത്ര വലിയ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് നേരമൊക്കെ ഇരിക്കും താര്. അതുകൊണ്ട് വലിയ സീനില്ല. മൂഡ് മാറിക്കഴിഞ്ഞാലേ ഞാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അക്കിക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇവന് അങ്ങനെ ഇവൻ്റെ ഹാപ്പിനെസ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ്റെ ഒരു കരച്ചിലും ബഹളവും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിപ്പോൾ എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. ഇവരുടെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അമ്മമാർ തന്നെ വേണ്ടി വരും. ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പം ഇവനാണെങ്കിൽ ഇവൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവൻ തന്നെ വേണ്ട. ഇവൻ്റെ അച്ഛ അപ്പൂപ്പ അമ്മമ്മ ഒക്കെ മതി. പക്ഷെ ഇവൻ സാഡാണെങ്കിൽ താരുവിന് അമ്മ വേണം. താരുവിനപ്പോൾ താരുവിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ താരുവിന് അമ്മ വേണോ? താരുവിന് വിഷന താരുവിന് അമ്മ വേണോ? താരു സാഡാണെങ്കിൽ താരുവിന് അമ്മ വേണോ? താരു ഹാപ്പി ആണെങ്കിൽ താരുവിന് അമ്മ വേണ്ട. അറ്റടി കല്ലിപ്പന്നെ അമ്പോ. പുറത്തോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കണേയിരുന്നു. കൊച്ചാണെങ്കിൽ എൻ്റെ തലയൊന്ന് ആ വിൻഡോയിലിടിച്ച് മര്യാദക്ക് ഇവിടെ വച്ചായിരുന്നു. ആ വിൻഡോയിലിടിച്ച് പിന്നെ അച്ഛനും കറിഞ്ഞ് കണ്ട അയ്യോ കണ്ണുനീർ തുള്ളികൾ വന്നിരിക്കുന്നു കവിളത്ത്. ബഹളമായി പോറ്റു ശരീര
നമുക്ക് ഇനിയുണ്ടല്ലേ? ഇപ്പം എത്ര എണ്ണം കഴിഞ്ഞു? 3 ഷിഫ്റ്റ് ഉണ്ടല്ലേ? ഒന്നായിട്ടുള്ളൂ. ഇവരുടെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇന്ന് പോകണ്ട. വ്ളോഗാ ഒന്ന് കൈ കാണിച്ചു. കുറേ നേരമായിട്ട് അതിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രശ്നമില്ലായിരുന്നു. അവനും ചാനലൊന്നുമല്ലോ. ഷൂട്ട് ഇതുവരെ നടന്നിട്ടില്ല. നമുക്ക് ഫുഡെങ്കിലും കഴിക്കാം അല്ലേ? ഇവിടെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ സമയം 2 മണി. ഇതുവരെയും വിളിച്ചിട്ടില്ല. അത് എൻ്റെ ഹീറോയിനും നായകനും വരാൻ കുറച്ച് താമസിച്ചപ്പോൾ അതുകൊണ്ട് നമ്മളും പോസ്റ്റായി. ബിരിയാണിയാണ് സ്പെഷ്യൽ ഇന്നത്തെ. എന്നാൽ ബിരിയാണി ആണ് കഴിക്കട്ടെ കേട്ടോ. മാഗി മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. റൈസ് കുറേ ഉണ്ടല്ലോ. ശരി, എങ്ങനെ ട്രൈ ഗുഡ്. പോസ്റ്റായി. ഇപ്പോഴും പോസ്റ്റാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് അടി തുടരും. ഇതുവരെ ആയില്ല. വെട്ടിയാരുടെ കുറച്ചായിരുന്നു തോന്നണം. നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്തു തീരും. എനിക്ക് അറിഞ്ഞൂടെ 3 എണ്ണം ഉണ്ട് ചെയ്യാനായിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? പക്ഷെ വേഗം തീർത്തിരുന്നെങ്കിൽ പോവാമായിരുന്നു. പക്ഷേ വിളിക്കുന്നില്ല. കൊച്ചുറങ്ങി. ഇനി അവൻ എണീക്കുമ്പോൾ എന്ത് ചെയ്യും? എന്തോ ഭാഗ്യത്തിന് അവൻ ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നിന്ന്. ഗുഡ് ബോയ് ആണ് എൻ്റെ മോൻ. അടുത്ത് ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകും. കുട്ടിയുടെ അച്ഛൻ വന്ന ഉടനെ ഞാൻ താഴേക്ക് പോകും. കുട്ടി ഉറക്കത്തിലായിരുന്നു. കുട്ടി എണീറ്റു. കൺഗ്രാറ്റ്സ്. 10 മണിക്ക് വന്നതാ. 2:30. കരിഞ്ഞോ? ഏതാ? ഏതാ? അങ്ങനെ ഗ്രീഷ്മയുടെ ഷൂട്ട് അങ്ങനെ തുടങ്ങാൻ പോണേണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 3:27 ആയപ്പോൾ അവർ വിളിച്ചു ഷൂട്ട് ചെയ്യാൻ. 3:27 ആയപ്പോൾ ഗ്രീഷ്മയുടെ ഷൂട്ട് തുടങ്ങി. ഞാനും തരുവും വെയിലത്ത് നിൽക്കുന്നു. താരി ചില്ല് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. തരു താരിൻ്റെ
കുറച്ചു നേരം അവിടെ നിന്നൊക്കെ എടുക്കാത്ത അത് ചെറുക്ക് സമ്മതിക്കണ്ടേ, ചെറുക്കണം കരച്ചിലല്ലേ. താരി നിങ്ങളെ ദേഷ്യത്തിൽ നോക്കുന്നതൊന്നുമല്ല, താരു ഉറക്കത്തിലായിരുന്നു. താരി പെനീറ്റേ ഉള്ളത്. താരു ഇപ്പം ഇച്ചിരി ബോധം വീണിട്ടുണ്ട്, അവരൊക്കെ ഇച്ചിരി ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ജേ അമ്മമ്മ ഉറക്കത്തിൽ നിന്നായിരുന്നു. ഉറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മെമ്മറിയൊക്കെ കുറച്ചൊന്ന് മാറും. എൻ്റെ തരുമോ? സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ AD വന്നു. ഈ താരം എന്താണ് കേട്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താരം അഭിനയിക്കുന്നുണ്ടോ എന്തോ? ചേച്ചി ചമ്പേച്ചിയിലൂടെ പിന്നെ നടന്നു പുറകെ വന്നിട്ട് താരം അഭിനയിക്കുന്നുണ്ടോ? സീനൊക്കെ നല്ല ശ്രദ്ധയിൽ കേട്ടിരിക്കുന്നു. ഒന്ന് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സെറ്റപ്പ് കാണിക്കും. ഞാനിത് താരൂരിനെ കൈവച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നൊരു ഫോട്ടോഷൂട്ട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് ഇവിടെ മൊത്തം. ഒന്ന് ആക്ടേഴ്സിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വെച്ച സ്ക്രീനാണിത്. ഷൂട്ടിന് വന്ന ഗ്രീഷ്മ ഇങ്ങനെ കുത്തിയിരിക്കണേ. താരം ഇതിൻ്റെ അമ്മ എവിടെ നോക്കിയാണ്? താരൻ്റെ അമ്മ എവിടെ കാണുന്നുണ്ട് ഈ കൂട്ടത്തിൽ? അങ്ങനെ താരൻ്റെ അമ്മ അഭിനയിക്കാൻ പോവുകയാണ്. എട്ടിയാരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. ഇതൊക്കെ നോക്കിക്കൊണ്ട് താരി ഇവിടെയുണ്ട്, ബഹളം വെച്ചുകൊണ്ട് താരി ഇവിടെയുണ്ട്. നമ്മളിവിടെ കല്യാണി പകുതി ജീവനും കൈ വെച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം താരി ഒരു നിമിഷം വേണോ ഒരു ബഹളം ഉണ്ടാക്കാം. വേറെ റൂമിലിരിക്കുന്നു. ഒച്ചെടുക്കുക, ചുമയ്ക്കുക, ഇതാണ് നമ്മുടെ അമ്മ നടിയാണ്. ഒത്തിരി ഏത് നടി? നമ്മൾ വീണ്ടും ഷൂട്ടിന് പോയി. അപ്പോൾ ഞാനും താരും പോസ്റ്റായി വീണ്ടും. അപ്പോൾ ഞാനും താരുമായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. താരുൻ്റെ അമ്മ ഇതുവരെയായിട്ടും വന്നില്ല. ഷൂട്ടിങ് തന്നെ ഷൂട്ടിങ്. ഇടയ്ക്ക് വരും, താരുവിന് ചാർജ് ചെയ്യും, പോവും. പക്ഷെ ഇതൊന്ന് ഭയങ്കരമായിട്ട് കടത്തുപോയി ഇന്ന്. പക്ഷേ അവൻ അടങ്ങിയൊക്കെ ഇരുന്ന് കേട്ടോ, വലിയ ശല്യമൊന്നുമില്ല. സാധാരണ പിള്ളേരൊക്കെ ആയിരുന്നായിട്ട് വീടെടുത്ത് തിരിച്ചു വെച്ചു. പക്ഷേ ഇവൻ പാവമാണ്. അവൻ എന്ത് മുന്നേ ക്യാമറ തിരിഞ്ഞാൻ പോണ. ഓയ്യോ ഗിംബലിടിച്ച്. ഓയ്യോ തരു തരൂ, അങ്ങനെ ചെയ്യില്ല തരൂ. ഗുഡ് ബോയ്സ് അങ്ങനെ ചെയ്യാറില്ല. തരു ഗുഡ് ബോയ് എന്നോ. ഇതന്നെ എൻ്റെ അവസ്ഥ. എൻ്റെ അമ്മ കഥ പറഞ്ഞു നിർത്തിയാലേ എനിക്ക് ഇവിടുന്ന് പോകും. നീ ആദ്യം പോകും. എനിക്ക് തന്നെ, എനിക്ക് ലോണിൻ്റെ പകുതിക്കാശ് അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വല്ലാത്തൊരു യുദ്ധമായിരുന്നു എൻ്റെ പൊന്നേ. മണി 10:20. ഞാൻ ഈ ചെറുക്കനെ പിടിച്ചോണ്ട് ഇരുന്നിട്ട് നല്ല പൊളിഞ്ഞു. ഇവര് നമ്മുടെ അടുത്ത് 10 മണിക്ക് വരാൻ പറഞ്ഞാണ്. 10 മണിക്ക് വാന്ന് പറഞ്ഞിട്ട് ഇവര് ഷൂട്ട് തുടങ്ങിയത് 3 മണി കണ്ട് അടുപ്പിച്ച്. 3 മണിയായി ഷൂട്ട് തുടങ്ങിയത്. 3 മണിയായി. 2 മണിക്ക്
അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് 3 മണിയൊക്കെ ആയി ഷൂട്ട് തുടങ്ങിയപ്പോൾ. എന്നിട്ട് നമ്മുടെ അടുത്ത് വിളിച്ചപ്പം പറഞ്ഞത് 10 to ഈവനിങ് ആണ്. ഈവനിങ് നമുക്കൊരു 8 മണി വരെയൊക്കെ മാക്സിമം ഇരിക്കാം. കാരണം താരു ഒരു സ്ലീപ്പ് സൈക്കിളുണ്ട് അവൻ ആ സൈക്കിൾ ഫോളോ ചെയ്തിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ ആ സ്ലീപ്പ് സൈക്കിൾ തെറ്റിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കാറുണ്ട്. അപ്പോൾ അവൻ 8 മണിക്ക് ഉറങ്ങുന്ന ഒന്നാണ്. ഇവന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എവിടെയും കാണാനില്ല. ഇവൻ അങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കത്തില്ല. അവൻ്റെ അപ്പനൊക്കെ ആണെങ്കിൽ ഓക്കെ, എൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കത്തില്ല. ഇവൻ അങ്ങോട്ട് വയലൻ്റായിട്ട് തല കൊണ്ടുവച്ച് എൻ്റെ പുറത്തിരിക്കുന്നത്, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക, കണ്ണടിച്ചിളക്കി എൻ്റെ ദേഷ്യം വന്നിട്ടേ അവൻ്റെ അമ്മയെ കാണാത്തോണ്ട്. എന്നിട്ട് നോക്കിയോ കിടന്നുറങ്ങുന്ന. എനിക്ക് ആകെ ഒരു ഇഷ്യൂ തോന്നി. നമ്മുടെ അടുത്ത് 10 മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അക്കി വേഗം കഴിക്കും 10 മണി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 10:10 ഇവിടെ എത്തി. എനിക്ക് ഫസ്റ്റ് ഷോട്ട് വെച്ചത് 3 മണിക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്യും, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ എടുക്കാന്ന് പറഞ്ഞാൽ അത് എടുത്ത് പെട്ടെന്ന് തീർത്ത് വിടുക എന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം. അതിന് ഞാൻ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ടൈം പറയുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വരിക, എടുത്ത് തീർക്കുക, പോവുക. ചുമ്മാ വിളിച്ചു വരുത്തി പട്ടി പോസ്റ്റ് ആക്കുന്ന പരിപാടി ശരിയല്ല. ഇതിപ്പം ഞാനും എവിടെ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ എവിടെ മാത്രമാണെങ്കിൽ നമുക്ക് 12 മണി വരെ നിൽക്കാം. കുഞ്ഞുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഓ അവൻ വലിയ ആള്, അവള് വലിയ ആള് എന്ന് വിചാരിക്കും. നമുക്ക് കുഞ്ഞുള്ളതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തധികം. അപ്പൊ അതിന് നമ്മളെ ഒരു ലേറ്റ് ആക്കിയ റീസൺ അവർ പറയുന്ന ആർട്ടിസ്റ്റ് ലേറ്റ് ആയിട്ട് വന്നതാണ്. ഈ ലേറ്റ് ആയിട്ട് വന്ന ആർട്ടിസ്റ്റ് ഫസ്റ്റ് പോവുകയും ചെയ്തു. ഞങ്ങളെപ്പോഴും അവിടെ നിൽക്കുകയാണ്. കാരണം ആർട്ടിസ്റ്റിന്റെ അടുത്ത് അവർക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, പറയണ്ടേ നമ്മുടെ തന്നെ പറ്റുള്ളൂ. ഇവര് ഏറ്റവും 9:30 ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു ഷോട്ട് ഉണ്ട്, വീണ്ടും ഒരു ഫുൾ ലെങ്ത് വീഡിയോ കൂടെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പൊളിഞ്ഞു, എനിക്ക് നന്നായിട്ട് പൊളിഞ്ഞു. പിന്നെ എവള് വന്ന് ഫീഡ് ചെയ്ത് അവനെ ഉറക്കി. അതാണ് ആ ഒരു വേറൊരു മൈൻഡ് ഇരുന്നുകൊണ്ടാണ് അന്ന് ആ ടൈമിലത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കാത്തത്. അത് കഴിഞ്ഞു അങ്ങനെ ഒരു യജ്ഞം കഴിഞ്ഞു, വീട്ടിൽ പോകുന്നു. ഇനി മേലാൽ ഞാൻ ഇമാതിരി പരിപാടികൾ എടുക്കില്ല. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെയോ അവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെയോ അവരുടെ ആരുടെയും പ്രശ്നമല്ല, സീരിയലിന്റെ ടീമിന്റെയും പ്രശ്നമല്ല. ഇവരിങ്ങനെ ഹാപ്പുണ്ട്, നടക്കുന്നതാണ്. പക്ഷെ ഇവർക്ക് കുറച്ച് ശ്രദ്ധിക്കായിരുന്നു. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു. അത്രേ ഉള്ളൂ. കുഞ്ഞുള്ളതുകൊണ്ടല്ല, അല്ലാതെ ഇതിനു മുമ്പ് ഇത്ര ലേറ്റായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ സൈനിങ്